ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൽ ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം 35-ാം വാക്യം. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഒരു ഗ്രാമത്തിൽ കർഷകനും ചെറുകിട വ്യവസായിയുമായ കുഞ്ഞിക്കണ്ണൻ എന്ന ഒരു യുവാവുണ്ടായിരുന്നു. തൻ്റെ കൃഷിയിടത്ത് വിളയുന്ന പഴങ്ങളും പച്ചക്കറികളും വിൽക്കുവാനായി ഒരു ചെറിയ കട അദ്ദേഹം ആ ഗ്രാമത്തിൽ നടത്തിയിരുന്നു. പാവപ്പെട്ടവരോടും ആലംബഹീനരോടുമുള്ള കുഞ്ഞിക്കണ്ണൻ്റെ കരുതൽ പ്രശംസനീയമായിരുന്നു. ഒരു ദിവസം ആ ഗ്രാമത്തിൽ വലിയൊരു പ്രളയം ഉണ്ടാകുവാനിടയായി. ധാരാളം പേർക്ക് പാർപ്പിടവും വസ്ത്രവും കരുതി വെച്ച ധാന്യങ്ങളും എല്ലാം നഷ്ടമായി. കുഞ്ഞിക്കണ്ണൻ്റെ കൊച്ചുകടയും പ്രളയം ബാധിച്ചു. രണ്ടാമതൊന്നും ആലോചിക്കാതെ അദ്ദേഹം വെള്ളം കയറി നശിക്കാതിരുന്ന തൻ്റെ ഉൽപ്പന്നങ്ങൾ പ്രളയബാധിതർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. തൻ്റെയും ജീവിതത്തിൽ നഷ്ടം നേരിട്ടിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഔദാര്യത കാണിക്കുവാൻ കുഞ്ഞിക്കണ്ണന് സാധിച്ചു എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ സ്ഥാപനവും എൻ്റെ ഉൽപ്പന്നങ്ങളും നഷ്ടപ്പെട്ടാലും എന്നിലുള്ള മനുഷ്യത്വം ഞാൻ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയില്ല. കുഞ്ഞിക്കണ്ണൻ്റെ നിസ്വാർത്ഥപരമായ പ്രവൃത്തിയിൽ അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും തോന്നിയ ഗ്രാമീണർ ഒന്നു ചേർന്ന് കുഞ്ഞിക്കണ്ണൻ്റെ ഇടിഞ്ഞു തകർന്ന കെട്ടിടം പണിതു നൽകി. അങ്ങനെ അയാളുടെ സ്ഥാപനം അനുകമ്പയുടെയും പ്രത്യാശയുടെയും സ്ഥാപനയായി ആ ഗ്രാമത്തിൽ നിലകൊണ്ടു. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ സമൂഹത്തെ ഒന്ന് നാം ശ്രദ്ധിച്ചാൽ സ്വാർത്ഥതയും അഹംഭാവവും എല്ലാം കൈമുതലായി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ സക്കായി എന്നൊരു മനുഷ്യനെ നാം കാണുന്നു. അയാൾ ചതിയനും ലാഭമോഹിയും ദ്രവ്യാഗ്രഹിയുമായിരുന്നു. എന്നാൽ യേശു അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ചതിവായി വാങ്ങിയത് 5 മടങ്ങ് മടക്കി കൊടുക്കുന്ന സക്കായിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശു ആ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽവിലാസം തന്നെ മാറുന്നതായി നാം കാണുന്നു. ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന കർത്താവിൻ്റെ പ്രസ്താവന എത്രയോ വലുതാണ്. പ്രാർത്ഥനയിലൂടെയും പ്രസംഗത്തിലൂടെയും മാത്രമല്ല മനുഷ്യത്വം നാം കാണിക്കേണ്ടത്, അത് പ്രവൃത്തികളിലൂടെയാകണം. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ദൈവിക ദാനമായി മാറുന്നത്. പ്രിയപ്പെട്ടവരെയും കിടപ്പാടവും ഒക്കെയും നഷ്ടപ്പെട്ടവർ അങ്ങനെയുള്ളവർക്ക് നൽകിയിട്ട് മാധ്യമങ്ങളിൽ ഫോട്ടോയും വാർത്തയും കൊടുത്ത് 10 പേരെ അറിയിക്കുന്നത് ഇന്നത്തെ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. വലങ്കൈ ചെയ്യുന്നത് എന്ത് എന്ന് ഇടങ്കൈ അറിയരുത് എന്ന കർത്താവ് നൽകിയിരിക്കുന്ന ആ വലിയ മുന്നറിയിപ്പ് ഒരിക്കലും നാം മറന്നു പോകുവാൻ ഇടയാകരുത്. അതിലൂടെ മാത്രമേ നമ്മുടെയും ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനായി നമുക്ക് സാധിക്കും. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ അത് അർഹിക്കുന്നവർക്ക് കർത്താവ് മാത്രം അറിഞ്ഞു നൽകുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനിടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ അത് കർത്താവ് മാത്രം അറിഞ്ഞുകൊണ്ട് ചെയ്യുവാൻ തക്കോണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പേരിനോ പെരുമയ്ക്കോ അംഗീകാരത്തിനോ അല്ല, കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ദൈവമേ അതിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.